ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫങ്ഷൻസ്, പ്രോസസ്സസ് ഓർ ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ വെയർ കോസ്റ്റ് ആർ ഇൻക്ലൂഡ്. കോസ്റ്റ് ഇൻക്വയറി ചെയ്യുന്ന ആക്ടിവിറ്റി ആവാം, ഫങ്ഷൻ ആവാം, ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം ആവാം, ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം. എന്തിൻ്റെ മേലാണോ കോസ്റ്റ് ഇൻക്വയറി ചെയ്യുന്നത് ആ ഒരു കോസ്റ്റ് സെൻറ്ററിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എക്സെട്ര. അപ്പോൾ കോസ്റ്റ് ഇൻക്വയറി ചെയ്യുന്നത് എന്തിലാണോ ആ ഒരു കോസ്റ്റ് സെൻറ്ററിനെ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്. ഏത് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ്സ് മെയിനായിട്ട് 3 തരത്തിലുണ്ട്: കറണ്ട്, ബേസിക് ആൻഡ് നോർമൽ. ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്ലി കറണ്ട് സ്റ്റാൻഡേർഡ്. എ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് റിലേറ്റഡ് ടു കറണ്ട് കണ്ടീഷൻസ് ആൻഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ യൂസ് ഓവർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ദിസ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഐഡിയൽ ഓർ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്. ഐഡിയൽ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലോ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിലോ നമ്മൾ ചെറിയ ഒരു കാലയളവ്, മെയിൻലി വിത്തിൻ 1 ഇയറിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് കറണ്ട് സ്റ്റാൻഡേർഡ്. ഓക്കെ, വളരെ ഷോർട്ട് ടേം വിത്തിൻ 1 ഇയറിലോട്ട് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് കറണ്ട് സ്റ്റാൻഡേർഡ്. ഇനി ഇതിൻ്റെ ബേസായിട്ട് നിൽക്കുന്ന ഐഡിയൽ സ്റ്റാൻഡേർഡ്, എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്? ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് which is attainable under the most favorable conditions. കണ്ടീഷൻസ് എല്ലാം ഐഡിയൽ ആയിരിക്കുമ്പം, എല്ലാം ഫേവറബിൾ ആയിരിക്കുമ്പോൾ, എല്ലാം നല്ല രീതിയിൽ നടക്കുമ്പം എത്രയായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ്? അതാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് നോട്ട് ലൈക്ലി ടു ബി അച്ചീവ്ഡ് ബിക്കോസ് ഐഡിയൽ കണ്ടീഷൻസ് ഓഫ് പെർഫോമൻസ് വിൽ നോട്ട് പ്രിഫർ. ആക്ച്വൽ മാർക്കറ്റിൽ ഇങ്ങനെയൊരു ഐഡിയൽ കണ്ടീഷൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇത് അച്ചീവബിൾ അല്ല. എന്നാലും എല്ലാം സ്യൂട്ടബിൾ ആയിരിക്കുമ്പം എത്രയായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡെന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്. ഇനി അടുത്തതാണ് എക്സ്പെക്റ്റഡ് ഓർ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. യൂഷ്വലി കറണ്ട് സ്റ്റാൻഡേർഡിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡാണ്. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഡ്യൂറിങ് എ ഫ്യൂച്ചർ സ്പെസിഫൈഡ് ബഡ്ജറ്റ് പീരീഡ്. നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്. അതിപ്പോൾ കോസ്റ്റിൻ്റെ ആണെങ്കിലും, പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിൻ്റെ ആണെങ്കിലും, എന്താണേലും അടുത്ത ഒരു ചെറിയൊരു കാലയളവിലോട്ട്, അടുത്ത 3 മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്ക്, അടുത്ത ഒരു വർഷത്തേക്ക് കൂടുതലാവില്ല, ആ ഒരു ഷോർട്ട് പീരീഡിലോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോസ്റ്റ് അച്ചീവബിൾ സ്റ്റാൻഡേർഡാണ് ഈ ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്. ഇത് മോർ റിയലിസ്റ്റിക് ആണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും കോസ്റ്റ് കൺട്രോളിനൊക്കെ ഈ ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡാണ് കറണ്ട് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്റ്റാൻഡേർഡ്സിൻ്റെ എല്ലാ ഫംഗ്ഷൻ്റെയും ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ഇത് ലോങ് പീരീഡിലോട്ട്, അടുത്ത 10-20 വർഷത്തേക്ക് നമ്മുടെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഇതായിരിക്കണം എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നത്. എന്നാലും ലോങ് ടൈമിലോട്ട് ഇത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ഇപ്പം നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുമല്ലോ, വളർന്ന് വലുതാവുമ്പം ഒരു IAS കാരനാവണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടായിരിക്കില്ല മോസ്റ്റ്ലി ആക്ടിവിറ്റീസ് നമ്മുടെ നടക്കുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോഴത്തെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷനും ഒക്കെ ഈ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് സഹായിക്കും. Deviations of actual cost from basic standard will not serve any practical purpose because basic standard remain unaltered over a long period of time and are not adjusted to current market condition. These standards will not help in cost control. കോസ്റ്റ് കൺട്രോളിനൊന്നും ഇത് ഹെൽപ്പ് ചെയ്യില്ല. കാരണം ലോങ് ടൈമിലോട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ഇപ്പം മെറ്റീരിയൽ കോസ്റ്റ് കൂടി എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു ബേസിക് സ്റ്റാൻഡേർഡിൽ മാറ്റം വരുത്തില്ല. സോ കോസ്റ്റ് കൺട്രോളിന് ഈ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സച്ച് സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ഇൻ അനലൈസിങ് ലോങ് ടൈം ട്രെൻഡ്സ് ഇൻ മാനുഫാക്ചറിങ് കോസ്റ്റ്. ട്രെൻഡ് അനാലിസിസിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ഇനി അടുത്തതാണ് നോർമൽ സ്റ്റാൻഡേർഡ്. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഫ്യൂച്ചർ ആൻഡ് ഈസ് നെയ്തർ ടു ഷോർട്ട് നോർ ലോങ്. ഇപ്പം നോർമൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ
കറണ്ട് സ്റ്റാൻഡേർഡിൻ്റെയും ബേസിക് സ്റ്റാൻഡേർഡിൻ്റെയും ഇടയിൽ ആ ഒരു നടുക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ ആ ഒരു നടുക്കത്തെ പീരീഡിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ ബേസിക് സ്റ്റാൻഡേർഡ് ഒരു 20 ഇയേഴ്സിലോട്ടാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, കറണ്ട് സ്റ്റാൻഡേർഡ് 1 ഇയറിലോട്ടായിരിക്കും. നോർമൽ സ്റ്റാൻഡേർഡ് ഓൺ ആൻ ആവറേജ് ഒരു 5 to 8 ഇയേഴ്സിലോട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ആവറേജ് സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു അറ്റൈൻ ഓവർ എ ഫ്യൂച്ചർ പീരിയഡ്, പ്രിഫറബിളി ലോങ് ഇനഫ് ടു കവർ 1 ട്രേഡ് സൈക്കിൾ ഉണ്ടല്ലോ, ഗ്രോത്ത്, റിസഷൻ, ഡിപ്രഷൻ, അങ്ങനെ എല്ലാ സ്റ്റേജസ്, അങ്ങനെ ഒരു ട്രേഡ് സൈക്കിൾ ബിസിനസ് കവർ ചെയ്യാനായിട്ട് എത്ര നാളെടുക്കുന്നോ ആ ഒരു ട്രേഡ് സൈക്കിളിൻ്റെ പീരീഡിലോട്ടായിരിക്കും നമ്മൾ യൂഷ്വലി ഈ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. സച്ച് സ്റ്റാൻഡേർഡ്സ് ആർ അറ്റൈനബിൾ അണ്ടർ ആൻറ്റിസിപ്പേറ്റഡ് നോർമൽ കണ്ടീഷൻസ് ആൻഡ് ആർ നോട്ട് അറ്റൈനബിൾ ഇഫ് തിങ്സ് ഗോ അഗെയിൻസ്റ്റ് ആൻറ്റിസിപ്പേഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് നോർമലായിട്ടിരിക്കുന്ന ഒരു കേസിൽ, അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വാർ പോലത്തെ സിറ്റുവേഷൻസൊക്കെ വന്നാൽ ഈ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്യില്ല. ബട്ട് ഓൾമോസ്റ്റ് ഇച്ചിരിയും കൂടെ എന്നാണ് ബേസിക് സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിളാണ്, കുറച്ചൊക്കെ നമ്മുടെ കറണ്ട് കണ്ടീഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് നോർമൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പിലാണ്, കറണ്ട്, ബേസിക്, നോർമൽ, 3 സ്റ്റാൻഡേർഡാണുള്ളത്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റാൻഡേർഡാണ് ഫിക്സ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ഒരു കോസ്റ്റ് കൺട്രോളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ കറണ്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈമിലോട്ട് നമ്മൾ അടുത്ത ഒരു 50 വർഷത്തിൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ബേസിക് സ്റ്റാൻഡേർഡ് വേണം. ഇല്ല അത്യാവശ്യം ഒരു ആവറേജ് 5 to 6 ഇയേഴ്സിലോട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നോർമൽ സ്റ്റാൻഡേർഡും വേണം. ഇനി ചില കേസിൽ നമ്മൾ ഇതെല്ലാം കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ടും പ്ലാൻ ചെയ്യാറുണ്ട്. സോ എന്താണ് നമുക്ക് വേണ്ടതെന്ന് ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പാണ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഒരു കമ്മിറ്റി കാണും സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ദ സ്റ്റാൻഡേർഡ് കമ്മിറ്റി വിൽ ഫിക്സ് സ്റ്റാൻഡേർഡ് ഫോർ ഈച്ച് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓരോ കോസ്റ്റ് സെൻറ്ററിൻ്റെയും സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഫിക്സ് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റ് നെയ്തർ ബി ടു ഹൈ നോർ ടു ലോങ്. ഒരുപാട് കൂടുതലും ഒരുപാട് താഴെയും ആവരുത്. ഒരുപാട് കൂടിപ്പോയാൽ എന്ത് പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സ്റ്റാൻഡേർഡ് ഒരുപാട് ലോയിലാണെങ്കിലോ നമ്മുടെ എംപ്ലോയീസ് ഒന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. കാരണം ഇപ്പം നമുക്ക് 10 മാർക്ക് 100 മാർക്ക് വാങ്ങിച്ചാൽ മതിയെങ്കിൽ നമ്മൾ അത്ര എഫേർട്ട് ഇടുള്ളൂ. പക്ഷേ 100 മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഹൈ പ്രഷറാണ്. സോ ഓൺ ആൻ ആവറേജ് 50 to 80 വാങ്ങാൻ പറഞ്ഞാൽ അതാണ് ഒരു നല്ല സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് വെരി എസെൻഷ്യൽ ആൻഡ് സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഫിക്സ്ഡ് ഫോർ ഈച്ച് ഓഫ് ദ കോസ്റ്റ് എലമെൻറ്റ്സ്. ഓരോ കോസ്റ്റ് എലമെൻറ്റ്സിനും അനുയോജ്യമായ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ്സ് വേണം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഒരു കോസ്റ്റ് എലമെൻ്റാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയലിന് വേണ്ടി എന്തൊക്കെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം? എത്ര ക്വാണ്ടിറ്റി വേണം നമുക്ക് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തു എന്നതിലൊരു സ്റ്റാൻഡേർഡ് വേണം. ഇനി എത്ര രൂപയ്ക്കാണ് ആ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്? നല്ല രീതിയിൽ ബൾക്ക് ഓർഡറൊക്കെ കൊടുത്താൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. സോ എത്ര രൂപ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. ഇനി ലേബറിൻ്റെ കേസിലോ, എത്ര മണിക്കൂർ ലേബേഴ്സ് വർക്ക് ചെയ്താലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്? മണിക്കൂറുകൾ കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുവാണ് മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ എത്ര എഫിഷ്യൻസിയോടെയാണ് ലേബേഴ്സ് വർക്ക് ചെയ്യുന്നത്, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. ഇനി എത്ര വേജസ് ആണ് ലേബേഴ്സിന് കൊടുക്കുന്നത്, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. ഇനി ഓവർഹെഡ് ആണെങ്കിൽ ഫിക്സഡ് ഓവർഹെഡും വേരിയബിൾ ഓവർഹെഡും അതിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇങ്ങനെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റെപ്പാണ് മോണിറ്റർ പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ നമ്മുടെ പെർഫോമൻസ് പോകുന്നത്? ഇനി സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ അല്ലയോ എന്ന് പോകുന്നതിന് വേണ്ടി മോണിറ്റർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേരിയൻസ് അനാലിസിസ്. ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ്, ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് കണ്ടുപിടിക്കും. അടുത്ത ഫൈനൽ സ്റ്റെപ്പാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. എന്തെങ്കിലും ഒക്കെ വേരിയൻസ് അൺഫേവറബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അത് ഫേവറബിളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് തന്നെ കോസ്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. കോസ്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ ആക്ടിവിറ്റിക്കും കോസ്റ്റ് സെൻറ്ററിനനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക.
ഇനി ഇപ്പോഴത്തെ പെർഫോമൻസ് സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്ത് വേരിയൻസ് കണ്ടുപിടിക്കുക. ഈ വേരിയൻസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക.